നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഒരു ദിവസം കൂടെ ദാനം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തനിമയിലേക്ക് എന്ന പഠന പരമ്പര ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 41 സങ്കീർത്തനം 10 വാക്യം വായിക്കട്ടെ. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഒന്നും കൂടെ വായിക്കാം. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. ശത്രുത്വം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലായിടത്തും നമ്മെ താഴ്ത്തിക്കെട്ടുവാനും അപമാനിക്കുവാനും നമ്മളെക്കുറിച്ച് മോശമായത് സംസാരിക്കുവാനും നമ്മെ അപമാനിക്കുവാനും ഉള്ള ഒരു വലിയൊരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും നമ്മൾ കാണുന്നു. നമ്മുടെ ഭവനത്തിലോ നമ്മുടെ സ്നേഹിതരുടെ കൂട്ടത്തിലോ സഹവിശ്വാസികളുടെ കൂട്ടത്തിലോ എല്ലായിടത്തും എവിടെ നോക്കിയാലും ശത്രുക്കളുടെ ഒരു വലിയ നിര നമ്മൾ കാണുകയാണ്. നമ്മൾ സാധാരണ പറയും, ശത്രു നമ്മളെ തോൽപ്പിച്ചാൽ നമുക്ക് ദുഃഖമില്ല, കൂടെയുള്ളവർ നമ്മളെ ചതിച്ചാൽ അത് വലിയ വേദനയായിരിക്കും. അങ്ങനെയുള്ളൊരു ലോകത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കും? ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ അവർക്ക് പകരം ചെയ്യണം, എങ്കിൽ എൻ്റെ പ്രതികാര ആ വാഞ്ച അടങ്ങത്തുള്ളൂ. എങ്ങനെയാണ് ഞാൻ പ്രതികാരം ചെയ്യണം? പ്രതികാരം ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിച്ച പ്രയത്നമൊക്കെയും വൃഥാവായിത്തീരും. അവരെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ അവരെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സാധിക്കുകയില്ല. പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ വീണുപോയി, ആ വീണെടുത്ത് നിന്ന് നീ എന്നെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവമേ നിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണ്. നീ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണം. ദൈവം എന്നോട് കൃപ തോന്നണമെങ്കിൽ എനിക്ക് താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്നോട് കൃപ തോന്നുകയുള്ളൂ. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് അവിടെയും ആവശ്യം. പ്രതികാരം ചെയ്യണമെങ്കിലും നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ മുൻകാല പരിചയത്തിനോ ഒന്നും നമ്മുടെ സമസൃഷ്ടങ്ങളോട് പ്രതികാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ അതിന് ശക്തരാക്കിയെങ്കിൽ മാത്രമേ അത് ആ ഒരു പ്രവർത്തനം നമ്മിൽ നിന്നും ഉളവാകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് തോന്നണമെങ്കിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തണം. നമ്മളാരും മദർ തെരേസയെ മറന്നുപോയിട്ടില്ലല്ലോ. മദർ തെരേസ ഒരിക്കൽ തൻ്റെ അനാഥശാലയ്ക്ക് വേണ്ടി പിരിവിന് കൽക്കട്ടയിലെ തെരുവുകളിൽ കൂടി പിരിവിന് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കടയിൽ ചെന്ന്, പ്രമുഖ കടയിൽ ചെന്ന് ആ കടയുടമസ്ഥനോട് തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുള്ള സഹായം ചോദിക്കുവാനായിട്ട് കൈ നീട്ടി. ആ പ്രതികാര വാഞ്ചിയാൽ വളരെ പുച്ഛത്തോടെ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ കണ്ട ആ മനുഷ്യൻ ആ സമയത്ത് തൻ്റെ കസേരയിലിരുന്ന് വെറ്റമുറുക്കിക്കൊണ്ടിരിക്കുക. ആ മനുഷ്യൻ മദർ തെരേസയുടെ നീട്ടിയ കരങ്ങളിലേക്ക് മുറുക്കിയ തുപ്പിക്കൊണ്ട് പറഞ്ഞു,
നിന്നെപ്പോലെയുള്ളവർക്ക് ഇതാണ് ഞാൻ നൽകുവാനുള്ള സമ്മാനം. ഒട്ടും ക്ഷോഭിക്കാതെ വികാരഭരിതയാകാതെ മദർ തെരേസ ഉടനെ തൻ്റെ മറുകൈയിലിരുന്ന തൂവാല കൊണ്ട് ആ കൈ തുടച്ചിട്ട് പറഞ്ഞു, അത് എനിക്കുള്ള പ്രതിഫലമല്ലേ, എൻ്റെ പ്രവർത്തനം പോരായ്മ നിറഞ്ഞതാണ്. നീ എനിക്കുള്ള പ്രതിഫലം തന്നു, നീ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരണമേ എന്ന് വിനീതയായിട്ട് അപേക്ഷിച്ചു. ജീവിക്കുന്നൊരു സാക്ഷ്യമായിരുന്നു മദർ തെരേസയുടെ ജീവിതം. ഇതുപോലെയുള്ള സാക്ഷ്യം വഹിച്ച മദർ തെരേസയ്ക്ക് ദൈവമുണ്ടെന്നോ ദൈവം ജീവിക്കുന്നെന്നോ ഒന്നും പ്രസംഗിച്ച് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ കൂടി പ്രതികാരം ചെയ്യുകയായിരുന്നു. ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു മദർ തെരേസ ലോകത്തിന് കാണിച്ചു തന്നത്. സ്നേഹമെന്നൊരു വാക്കായിരുന്നു അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സന്ദേശം. സ്നേഹം, അതാണ് എല്ലാത്തിനും ഉത്തരം. ആ സ്നേഹത്തിൽ കൂടി എങ്ങനെയാണ് നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത്? നാം ദൈവത്തെ സ്നേഹിക്കണം, സമൂഹത്തെ സ്നേഹിക്കണം. ആദ്യം നാം ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നാം നമ്മുടെ ബലഹീനതയെ നാം മനസ്സിലാക്കിയുള്ളൂ. സ്നേഹവാനായ ദൈവം നമ്മുടെ വലിയ തെറ്റുകളെ എല്ലാം ക്ഷമിച്ച് തൻ്റെ പ്രിയ മക്കളെ തന്നോട് ചേർക്കുന്ന ആ പ്രവർത്തനം നമ്മൾ കാണുവാൻ നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറന്നു തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തോട് പ്രതികാരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മദർ തെരേസ ചെയ്തതുപോലെ, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരയണമേ, ഞങ്ങളെ എങ്ങനെ ജീവിക്കണം, നിൻ്റെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ 41 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നൊരു സന്ദേശമുണ്ട്. ആദ്യത്തെ വാക്യത്തിൽ തന്നെ ദാവീദ് നമുക്ക് നൽകുന്ന സന്ദേശം, എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്താൽ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ദൈവം എല്ലാ കാലത്തും എല്ലാവരെയും ഒരുപോലെ ആക്കുന്നില്ല. ഇതൊരു ലോക യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ധനവാനായിരിക്കും. ഇന്നത്തെ പാപി നാളത്തെ സുവിശേഷ പ്രാസംഗികനായി അയക്കാം. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമുക്ക് ജീവിക്കുവാനുള്ളത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല നമുക്ക് നാളെ ഉണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് നമ്മളെ ദൈവവചനം ഓർപ്പിക്കുന്നത്. ഈ ലോകത്തോടുള്ള പ്രതികാരം, ശത്രുതാ മനോഭാവം കാത്തു സൂക്ഷിക്കുന്ന ലോകത്തോട് എങ്ങനെയാണ് നമുക്ക് പ്രതികാരം ചെയ്ത് നമ്മളെ തന്നെ സാന്ത്വനിപ്പിക്കുവാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇളകി മറയുന്ന ഒരു തിരമാല പോലെ, കടൽ പോലെയാണ്, പ്രക്ഷുബ്ധമായ കടൽ പോലെ. അവനെയൊന്ന് തോൽപ്പിച്ചെങ്കിൽ, എന്നെ ഉപദ്രവിച്ചവനെ തോൽപ്പിച്ചെങ്കിൽ എങ്ങനെ സാധിക്കും? അതാണ് നമ്മളെയൊക്കെയും അലട്ടുന്നതായ ഒരു പ്രശ്നം. കർത്താവിൻ്റെ മാതൃക നമ്മൾ കാണുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്ന ഒരു കർത്താവ്, എല്ലാ കാര്യവും എല്ലാത്തിനെയും ന്യായം വിധിക്കുന്ന പിതാവിങ്കൽ ഏൽപ്പിക്കുക ചെയ്യുന്നു. നമ്മൾ തന്നെ ന്യായം വിധിക്കുവാൻ മെനക്കെടാതെ ന്യായം വിധിക്കുന്നവനെ ന്യായമായിട്ട് യുക്തമായിട്ട് ന്യായം വിധിക്കുന്ന ദൈവത്തിങ്കൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കാം. നമ്മുടെ ജീവിത പശ്ചാത്തലത്തെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ഭവനത്തിൽ
നാം ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആളുകളെ അല്ലെങ്കിൽ മത്സര മനോഭാവം പുലർത്തുന്ന ആളുകളെയാണ് കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ ജീവിത രംഗങ്ങളിൽ നാം എവിടെ തിരിഞ്ഞാലും മത്സര മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴങ്ങനെ ഒരു മത്സര മനോഭാവം ഉള്ളിടത്ത് എങ്ങനെയാണ് ദൈവകൃപയിൽ നമുക്ക് പ്രതികാരം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ മത്സര മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കാൻ 10-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നത് അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട അനുഭവം. എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ സഹോദരൻ, അവനെ ബഹുമാനിക്കുക. തമ്മിൽ സ്ഥായി പൂണ്ട ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. ഇതാണ് വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു മത്സരം. ഇന്ന് മത്സരങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും ഒന്നാമനാകണം, പേരും പ്രശസ്തിയും കിട്ടണം. അതിനുള്ള കഠിന യത്നമാണ് നാം എല്ലായിടത്തും കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. തമ്മിൽ ബഹുമാനിക്കുന്നതിൽ ഉള്ള മത്സരം. എൻ്റെ സഹോദരൻ എന്നെ ബഹുമാനിക്കുന്നതിൽ കൂടുതൽ ഞാൻ എൻ്റെ സഹോദരനെ ബഹുമാനിക്കണം. എനിക്കുണ്ടാകുന്ന നന്മയേക്കാൾ ഉപരിയായി എൻ്റെ സഹോദരന് നന്മ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കണം. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വെച്ച് പുലർത്തുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ അധികാരവും നമ്മുടെ സ്ഥാനമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ശത്രുവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയപ്പെടും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ യോഹന്നാൻ സ്നാപകന് അന്ത്യം വരുത്തിയ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ രാജാവായ ഹേരോദ രാജാവ് തൻ്റെ സന്മാർഗ ജീവിതം വെടിഞ്ഞ് ദൈവത്തിന് ഹിതകരമല്ലാത്തൊരു ജീവിതം നയിച്ചു. അതിനെ വിമർശിച്ച യോഹന്നാൻ സ്നാപകനെ വകവരുത്തുവാൻ രാജ്ഞിയും രാജാവും ആഗ്രഹിച്ചു. അതിന് തക്കതായ ഒരു അവസരം വന്ന് വീണു. രാജാവിൻ്റെ ജന്മദിനത്തിൽ പ്രഭുക്കന്മാരെയൊക്കെയും വിളിച്ചു വരുത്തി എല്ലാ മഹത്വക്കൾക്കും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ഹേരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തൻ്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചു. തൻ്റെ മഹത്തുക്കൾ, സഹസ്രാധിപന്മാർ, ഗലീലയിലെ പ്രമാണികൾ അങ്ങനെയുള്ള ഹൈഫൈ ആളുകളെയൊക്കെയും വിളിച്ചു വരുത്തി വിരുന്ന് കഴിച്ച ഒരു ഹേരോദ രാജാവ്. ആ അവസരത്തിൽ ഹേരോദ്യയുടെ മകളായ ആ പെൺകുട്ടി വന്ന് നൃത്തം ചെയ്ത് ആനന്ദലഹരിയിൽ സദസ്സിനെ ആറാടിച്ചു. ആ പെൺകുട്ടിയുടെ സാമർഥ്യം കണ്ട്, കഴിവ് കണ്ട്
ആ കുട്ടിയെ ശ്ലാഘിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. എന്ത് പ്രതിഫലം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്നുള്ള വാഗ്ദാനവും നൽകി. ആ പെൺകുട്ടി ചെന്ന് അവളുടെ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണമെന്ന് അന്വേഷിച്ചപ്പോൾ അമ്മ നൽകിയ ഉത്തരം യോഹന്നാൻ സ്നാപകൻ്റെ തല എന്നുള്ളതായിരുന്നു ഉത്തരം. രാജാവിന് ഈ കുട്ടിയുടെ അപേക്ഷയിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും തൻ്റെ വാക്ക് ഓർത്ത് അതിനെ നടപ്പാക്കുവാൻ താൻ ആഗ്രഹിച്ചു, ശ്രമിച്ചു. ഉടൻ തന്നെ പടയാളികളെ വിട്ട് തടവിലായിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ തല കൊണ്ടുവന്ന് രാജാവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. പിന്നീടുണ്ടായ അനുഭവം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. രാജാവ് വിളിച്ചത് അവിടെയുള്ള പ്രമാണികളെയും സഹസ്രാധിപന്മാരെയും മഹത്തുക്കളെയും ഗലീലിലെ പ്രമാണികളെയെല്ലാം വിരുന്നിന് ക്ഷണിച്ചത്. വലിയൊരു വിഭവസമൃദ്ധമായ വിരുന്ന് അവിടെ ഒരുക്കി. എന്നാൽ ആ വിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ അവർ എഴുന്നേൽക്കുന്നതിന് മുൻപേ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ പിടയ്ക്കുന്ന ചോരയൊലിപ്പിക്കുന്ന തലയുമായി ഈ പെൺകുട്ടി രാജാവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അത് കണ്ട ആ മഹത്തുക്കളും പ്രമാണിമാരും ആരെങ്കിലും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുവെന്ന് നമുക്കാർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ? ചുടുചോര ചിന്തുന്ന ഒരു മനുഷ്യൻ്റെ തല തങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ആർക്കാണ് അത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നത്? ഇത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം പ്രതികാരം ചെയ്യുമ്പോൾ ഏത് വിധത്തിലാണ് പ്രതികരിക്കേണ്ടത്? നമ്മുടെ ജീവിത ഉദ്ദേശം സഫലമാകണമെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ കൂടി, മറ്റുള്ളവരെ സൽപ്രവൃത്തികൾക്ക് സജ്ജമാക്കുന്നതിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുന്നത്? ഞാൻ വീണുപോയി, പ്രതികാര മനോഭാവം എനിക്കുണ്ട്, ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എൻ്റെ കണ്ണെപ്പോഴും ഉണ്ട്, എന്നെ ദ്രോഹിക്കുന്നവർ അനേകരുണ്ട്, അവരോട് ഞാൻ എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? അവരെ ഇല്ലായ്മ ചെയ്യുന്നതിൽ കൂടിയല്ല, പിന്നെയോ അവരെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അവരെ വളർത്തുന്നതിൽ കൂടെ. ഈ നോയമ്പ് കാലം തമ്മിലുള്ള ബന്ധം അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനായിരിക്കണം എന്നുള്ള ആ ചിന്ത വെടിഞ്ഞ് ജീവിതത്തിൻ്റെ ഈ ലോകമയത്വത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ച് രാജാവും കർത്താവുമായ ദൈവത്തിൻ്റെ മുൻപിൽ നാം കൊള്ളാകുന്നവരായി തീരേണ്ടതിന് നമ്മുടെ കുറവുകളെ പരിഹരിച്ച് ദൈവമേ പുതിയ വഴിയിൽ ഞങ്ങളെ നടത്തണമേ, പുതിയ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.